നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. ഇനി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ചീത്തയും പറയാം. ആരും ചീത്ത പറയില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ ഒരു വൺ ലൈൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹീറോ ഒരു ബാങ്ക് മോഷ്ടിച്ച് $2 മില്യൺ രക്ഷപ്പെട്ടു. അതവനവിടെ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം അവനെ പോലീസ് പിടിക്കുകയും ചെയ്തു. ജയിലിൽ ഹീറോയുടെ റൂമിൽ കൂട്ടിനായിട്ട് വേറൊരുത്തനും കൂടെയുണ്ട്. അവന് ഇതുപോലെ തന്നെ മറ്റൊരു കേസിൽ പ്രതിയായിട്ട് വന്നതാണ്. എന്നാൽ അവൻ നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോൾ പോലീസുകാർ അവനെ വെറുതെ വിട്ട്. അവൻ പോകുന്ന നേരത്ത് ഹീറോയുടെ കുടുംബത്തെ അവനായിരിക്കും ഏൽപ്പിക്കുക. എന്നാൽ വൈകാതെ ഹീറോ മനസ്സിലാക്കും അവനൊരു ഭ്രാന്തൻ സൈക്കോ കൊലയാളിയാണ്. വെറും ഒരു കൊലയാളിയല്ല, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു പരട്ട കൊലയാളി. അത് മനസ്സിലാക്കുന്ന ഹീറോക്ക് ജയിലിൽ നിൽക്കാനും പറ്റുന്നില്ല, കുടുംബത്തെ ആലോചിച്ച് ജയിലിൽ നിന്ന് ചാടാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഹീറോ കുടുംബത്തെ രക്ഷിച്ചോ ആ കാശ് തിരിച്ച് കയ്യിലാക്കിയോ എന്നെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2011 റിലീസ് ചെയ്ത ദ പ്രേ എന്ന ഫ്രഞ്ച് സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ജയിലിലാണ്. അവൻ $2 മില്യൺ ഒരു ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു. അതിനുശേഷം പോലീസുകാർ അവനെ പിടിച്ചു. പക്ഷേ പിടിക്കുന്നതിന് മുന്നേ അവൻ ആ $2 മില്യൺ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. അതെവിടെയാന്ന് അവൻ്റെ കൂടെ മോഷണത്തിനുണ്ടായവർക്ക് പോലും അറിയില്ല. അങ്ങനെ ഹീറോ ജയിലിൽ ബാക്കിയുള്ള ജയിൽ പുള്ളികളെ നോക്കി അങ്ങനെ നിൽക്കാവും. അതിലൊരുത്തനെ മാത്രം ഹീറോ ഇരുത്തി നോക്കുന്നുണ്ട്. അവനാണ് ജയിലിലേക്ക് ശർക്കര മുട്ടായും ചോക്ക് മുട്ടായും ഒക്കെ എത്തിക്കുന്നവൻ. അവൻ്റെ അടുത്ത് എന്ന് ഹീറോ ചോദിക്കും, എന്താ പ്ലാൻ, എന്തെങ്കിലും പ്ലാൻ കയ്യിലുണ്ടോ? അവൻ പറയും, നീ ഒളിപ്പിച്ചു വെച്ച ക്യാഷ് അവിടെ സേഫ് ആണെന്ന് നിനക്ക് ഉറപ്പാണോ? നീ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അതെവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ എൻ്റെ പിള്ളേരത് നോക്കിക്കോളും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അത് ഷെയർ ചെയ്യാം. എന്നാൽ ഹീറോ പറയും, എനിക്ക് ഒരു നാറികളെയും വിശ്വാസമല്ല എന്ന്. അതും പറഞ്ഞ് ഹീറോ തിരിച്ചു വരും. അങ്ങനെ തിരിച്ച് റൂമിലെത്തുമ്പോൾ ഹീറോക്ക് റൂമിൽ റൂംമേറ്റ് ഉണ്ട്. അവൻ്റെ പേര് ലൂയിസ്. അവനെതിരെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അതിൻ്റെ പേരിലാണ് അവനിപ്പോൾ ജയിലായിരിക്കുന്നത്. ഹീറോ ചുമരിൽ ഹീറോയുടെ മകൾ വരച്ച ഒരു ചിത്രം ഒട്ടിച്ചു വെക്കുമ്പോൾ അവൻ ചോദിക്കും, അത് നിങ്ങളുടെ മകൾ വരച്ചാണോ? നല്ല രസമുണ്ട് കാണാൻ. അതിന് ഹീറോ പറയും, നിനക്ക് റൂൾ അറിയില്ലേ, ഞാൻ ആരോടും സംസാരിക്കില്ല, പ്രത്യേകിച്ച് നിന്നോട്. നീ എന്നോട് ഒരു അക്ഷരം പോലും ചോദിക്കാൻ പാടില്ല. അപ്പോഴാണ് പോലീസുകാർ വന്ന് വ്യായാമം ചെയ്യാൻ, എക്സസൈസ് ചെയ്യാനുള്ള സമയമാണെന്ന് പറഞ്ഞ് രണ്ടുപേരെ ഇറക്കുക. അതിന് ലൂയിസ് പറയും, എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല. അതിന് പോലീസുകാരൻ പറയും, നിനക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, പിന്നെന്താ ഇതും കൂടി ചെയ്താൽ? അങ്ങനെ അവനെയും പിടിച്ച് പുറത്തിറക്കും. അങ്ങനെ ജയിൽ പുള്ളികളെല്ലാം വരിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിലൊരു മൊട്ടപ്പുള്ളി പോലീസുകാരന് എന്തോ കാശ് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തോ കൈക്കൂലിയാണ് കൊടുക്കുന്നത്. കൂടെ തന്നെ ഹീറോ കിട്ടി ചൊറിയുന്നുണ്ട്, നിന്റെ കൂടെ ഉള്ളവൻ എന്താ പുറത്തൊന്നും ഇറങ്ങാത്തെ? നിങ്ങൾ അതിനുള്ളിൽ എന്താ പരിപാടി? സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് കൂട്ടുമോ? ഹീറോ അതൊന്നും വകവെക്കാതെ എക്സസൈസ് ചെയ്യാനായിട്ട് പോകും. തിരിച്ച് രാത്രിയായിരിക്കും റൂമിലേക്ക് തിരിച്ചു കയറുക. അപ്പോഴാണ് ലൂസിൻ്റെ ഒരു പുസ്തകം ഹീറോയുടെ കാലിൽ തട്ടുക. ഹീറോ അത് തുറന്നു നോക്കുമ്പോൾ അതിലെഴുതി വെച്ചിരിക്കുന്നത്, ഞാനൊരു നിരപരാധിയാണ്, എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കുട്ടികളെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ആ കൊച്ചെൻ്റെ പേരിൽ വെറുതെ എന്തോ പറഞ്ഞുണ്ടാക്കിയതാണ്, എനിക്ക് അധികം ഈ ജയിലിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അപ്പോഴേക്കും ഞാൻ നിരപരാധിയാണെന്ന് തെളിയും, ഞാൻ എങ്ങനെയെങ്കിലും ഈ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. ഹീറോ പുസ്തകമെല്ലാം മടക്കി വെച്ച് ഉറങ്ങാനായിട്ട് കിടക്കും. അന്നേരമാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ ഹീറോയുടെ റൂമും നേരത്തെ കൈക്കൂലി കൊടുത്ത മുട്ടകളുടെ റൂമും തുറന്നു കൊടുക്കുക. അങ്ങനെ മുട്ട റൗഡികളെല്ലാം നമ്മുടെ ഹീറോയുടെ റൂമിലെത്തും. നമ്മുടെ ആളോട് പുറത്തിറങ്ങി ചെല്ലാൻ പറയുമ്പോൾ ഹീറോ അപ്പം തന്നെ പുറത്തിറങ്ങി കൊടുക്കും. അവരെന്താന്ന് വെച്ചായിക്കോട്ടെ എന്ന് വിചാരിക്കും. മുട്ടകൾ ലൂയിസിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറയും, ഞങ്ങൾ പറയുന്നതെല്ലാം നീ അനുസരിച്ചാൽ മതി, നീ എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, ഞങ്ങൾ നിനക്കൊരു കൂട്ടുതരാനായിട്ട് വന്നാ. എന്നാൽ അവന്മാരുടെ ഉദ്ദേശം വേറെ പലതുമാണ്. ലൂയിസ് അതിനൊന്നും നിന്ന് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവർ ലൂയിസിനെ പിടിച്ച് അടിക്കുകയാവും. ആ ശബ്ദം കേൾക്കുന്ന ഹീറോ റൂമിലേക്ക് ഓടി ചെല്ലും. ഹീറോയെ കണ്ട് മുട്ട വരുമ്പോൾ മുട്ടയുടെ മുട്ടക്കിട്ടൊരു മുട്ട് കൊടുത്ത് ഹീറോ അവനെ തറയിലിടും. പിന്നെ അവിടെ നിന്ന് അവർ അടിയാവുമ്പോൾ പോലീസുകാരൻ അപ്പം തന്നെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് മുട്ടകളെല്ലാം തിരിച്ച് റൂമിലേക്ക് തന്നെ പറഞ്ഞു വിടും. എന്നിട്ട് ഹീറോക്കൊരു വാണിങ്ങും കൊടുക്കും, നീ ഇതിൻ്റെ ഇടയിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. എന്തായാലും ഹീറോ ലൂയിസിനെ രക്ഷിച്ചത് ലൂയിസിന് വലിയ ഇഷ്ടമാവും. എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലാത്തവൻ എന്നെ ഇപ്പോൾ രക്ഷിച്ചില്ലേ, അതുകൊണ്ട് തന്നെ അവന് ഹീറോയോട് ചെറിയൊരു ഇഷ്ടം തോന്നും. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോയുടെ ഭാര്യ ഹീറോയെ കാണാനായിട്ട് വന്നിട്ടുണ്ടാവും. തലേന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പോലീസുകാർ ആ പ്രശ്നങ്ങളെല്ലാം ഹീറോയുടെ തലയിൽ കെട്ടിവെച്ച്. 2 മാസം കൂടെ കഴിഞ്ഞാൽ ഹീറോക്ക് പുറത്തിറങ്ങായിരുന്നു. ഇപ്പോൾ പോലീസുകാർ 6 മാസം കൂടെ ഹീറോയുടെ ജയിൽ ശിക്ഷ കൂട്ടിക്കൊടുത്ത് ഇപ്പോൾ 8 മാസം ഹീറോ ആ ജയിലിൽ നിൽക്കണം. ഭാര്യ പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം, ആ കാശ് എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും എടുത്തു തരണം, അല്ലെങ്കിൽ അത് എവിടെ വെച്ചാന്ന് എനിക്കെങ്കിലും പറഞ്ഞു തന്നാൽ മതി, നമ്മുടെ മകളുടെ ചികിത്സക്ക് കാശ് കൂടുതലായിട്ടാണ് വരുന്നത്. ഹീറോ പറയും, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, കുറച്ച് കാലം കൂടെ, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള പരിപാടി നോക്കാം, ശിക്ഷ കുറയ്ക്കാനുള്ള പരിപാടിയും ഞാൻ നോക്കുന്നുണ്ട്, ആ കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണെങ്കിലും അത് നിനക്ക് എടുക്കാനായിട്ട് പാടായിരിക്കും. അതേ സമയത്ത് തന്നെ ലൂയിസിൻ്റെ ഭാര്യയും അവിടേക്ക് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ അവനെ പുറത്തിറക്കാനായിട്ടുള്ള പരിപാടികളെല്ലാം നോക്കുന്നുണ്ട്.
അവർ വക്കീലിനെ എല്ലാം വെച്ച് ലൂയിസിൻ്റെ ശിക്ഷ എങ്ങനെയെങ്കിലും കുറയ്ക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അങ്ങനെ ഹീറോ ഭാര്യയ്ക്ക് ഒരു മുത്തവും കൊടുത്ത് മകളെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞു വിടും. പുറത്തെത്തുന്ന മകള് അമ്മയുടെ അടുത്ത് നിന്ന് കളിച്ച് ഓടിച്ചെല്ലുന്നത് ലൂയിസിൻ്റെ ഭാര്യയുടെ മുന്നിലേക്കായിരിക്കും. ലൂയിസിൻ്റെ ഭാര്യ മോളോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് അമ്മ പറയും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, സംസാരശേഷി ഇല്ലാഞ്ഞിട്ടല്ല, സംസാരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം അതിനായിട്ടൊരു തെറാപ്പി ചെയ്ത് വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മയും മകളും അവിടെ നിന്ന് പോകുമ്പോൾ ലൂയിസിൻ്റെ ഭാര്യ മോളെ തന്നെ നോക്കി നിൽക്കും. അവൾക്ക് മോളെ വലിയ ഇഷ്ടമായിട്ടുണ്ട്, കാരണം ലൂയിസിനും അവൾക്കും ഇതുവരെ ഒരു കുഞ്ഞായിട്ടില്ല. അങ്ങനെ ഉച്ചയാകുമ്പോൾ ജയിലിൽ പാട്ട് കച്ചേരിയായിരിക്കും. എല്ലാവർക്കും സന്തോഷമാവാനാണ് ഇതുപോലെ ഒരു പരിപാടി വെക്കുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെ മോന്തയും കൂർപ്പിച്ചായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ മോന്തയും കൂർപ്പിച്ചിരിക്കുന്ന ഹീറോയുടെ തൊട്ട് പിന്നിലുള്ളവൻ ഒരു സ്ക്രൂ എടുത്ത് ഹീറോയുടെ ചെവിയിൽ കുത്തിക്കയറ്റും. നീ ആ കാശ്, നീ ആ പണം ഇവിടെ ഒളിപ്പിച്ച് വെച്ചേ. ഹീറോ പറയും ഞാനും കൂടി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് ആ പണം എടുക്കാം. അതിനവൻ സമ്മതിക്കുന്നില്ല. ഹീറോ അവന് സ്ഥലം പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഹീറോ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. അവൻ ആ സ്ക്രൂ കുത്തി ഇറക്കുമ്പോൾ ഹീറോയുടെ ചെവിയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങും. ചുറ്റുമുള്ളവരാണെങ്കിൽ ഇതൊന്നും കാണുന്നുമില്ല. പെട്ടെന്ന് ഹീറോ അവനെ തട്ടി മാറ്റുമ്പോഴായിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും അറിയുക. ചെവിയിൽ സ്ക്രൂ ഡ്രൈവർ കുത്തി ഇറക്കിയവൻ ആളുകളെല്ലാവരും പിടിച്ച് മാറ്റി. എന്നാലും ഹീറോയുടെ ചെവിയിൽ കുത്തു കൊണ്ടതുകൊണ്ട് തന്നെ ഹീറോക്ക് ബാലൻസ് കിട്ടുന്നില്ല. അവസാനം തലയും തല്ലി താഴെ വീഴും. അങ്ങനെ 4 ദിവസം കഴിഞ്ഞായിരിക്കും ഹീറോ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ലൂയിസ് ആണുള്ളത്. ലൂയിസ് പറയും നീ ഇപ്പം 4 ദിവസമായി ഇതിൽ കിടക്കുകയാണ്. ഞാൻ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പറയാനാണ് ഇപ്പോൾ വന്നത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. എനിക്കെതിരെ മൊഴി കൊടുത്തിരുന്ന ആ പെങ്കൊച്ച് അതെല്ലാം കള്ളക്കഥകളാണെന്ന് പോലീസിനോട് സമ്മതിച്ചു, കോടതിയോട് സമ്മതിച്ചു. ഇനി എനിക്ക് ചോദ്യം ചെയ്യലൊന്നുമില്ല, നേരിട്ട് പുറത്തിറങ്ങാം. അപ്പോൾ ഹീറോ ചോദിക്കും എൻ്റെ ചെവിയിൽ കുത്തിയവനിപ്പോൾ എന്ത് ചെയ്യാണ്? ലൂയിസ് പറയും നീ പേടിക്കണ്ട, അവനിപ്പോൾ 7 ദിവസത്തേക്ക് ഇരുട്ട് മുറിയിലാണ് ഇരിക്കുന്നത്. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ പുറത്തിറങ്ങാൻ. നീ പേടിക്കണ്ട, നിന്റെ കാശ് സേഫായിരിക്കും. ഹീറോ ചോദിക്കും ആ പൈസയെ പറ്റി നിനക്കങ്ങനെ അറിയാം? അതിവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് അവൻ ഹീറോക്ക് അവൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിന്നെ എനിക്കൊരു ആവശ്യമില്ല എന്ന് ഹീറോ പറയെങ്കിലും പോകാൻ നേരത്ത് ഹീറോ ചോദിക്കും എനിക്കൊരു സഹായമുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ എൻ്റെ ഭാര്യയൊന്ന് കാണാൻ പോകണം, അവളോട് എൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ അവളെ സഹായിച്ചോളും. അപ്പോഴാണ് ഹീറോ ആ കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റുക. ഹീറോയുടെ അച്ഛൻ ശരിക്കും മരിച്ചു. അച്ഛൻ്റെ ശവക്കല്ലറയുടെ ഉള്ളിലാണ് ഹീറോ ആ പണം ഒളിപ്പിച്ച് വെച്ച്. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലൂയിസിനെ കാത്തുകൊണ്ട് അവൻ്റെ ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഹീറോയെ കാണാനായിട്ട് ജയിലിലേക്ക് ഒരു പോലീസുകാരൻ എത്തും. ഹീറോ ചെന്നിരിക്കുമ്പോൾ പോലീസുകാരൻ പറയും എൻ്റെ പേര് ഡാനി, ഞാനൊരു പോലീസുകാരനാണ്. നിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നവൻ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? അതിന് ഹീറോ ഞാൻ അവനോടൊന്നും സംസാരിക്കാറില്ല, ഞാൻ സംസാരിക്കുന്ന അവൻ്റെ അടുത്ത് വിലക്കിയിരുന്നു. എന്നാലും അവൻ ആരുടെയെങ്കിലും പേരോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരോ നിന്നോട് പറഞ്ഞിരുന്നോ? ഹീറോ ചോദിക്കും നിങ്ങൾക്ക് എന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര ആകാംക്ഷ? പോലീസുകാരൻ പറയും എനിക്ക് അവൻ്റെ കാര്യത്തിലല്ല ആകാംക്ഷ, അവൻ്റെ അടുത്ത ഇരയെക്കുറിച്ചാണ് പേടി. അതിന് ഹീറോ അവനൊരു നിരപരാധിയല്ല എന്ന് ചോദിക്കും. പോലീസുകാരൻ പറയും നിയമത്തിന് മുന്നിൽ അവൻ ചിലപ്പോൾ നിരപരാധിയായിരിക്കും, പക്ഷെ അവനൊരു നിരപരാധിയല്ല, അവനൊരു പീഡകനാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കണ്ണീർ ചോരയില്ലാതെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു ഭ്രാന്തനാണവൻ. പിന്നെ നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നത്, അവനെ പിടിച്ചൂടെ? പോലീസുകാരൻ പറയും അവനെ പിടിക്കണമെങ്കിൽ അവനെതിരായിട്ടുള്ള തെളിവ് വേണം, എൻ്റെ കയ്യിൽ അതില്ല. അതേസമയത്ത് ഹീറോയുടെ വീട്ടിൽ ലൂയിസ് എത്തിയിട്ടുണ്ടാവും. അവൻ വാതിലിലും മുട്ടി ഹീറോയുടെ ഭാര്യയുടെ അടുത്തേക്ക് റൂമിലേക്ക് കയറി ചെല്ലും. പോലീസുകാരൻ പറയും ഞാൻ 20 വർഷം മുന്നേ ഫ്രാൻസിലേക്ക് വന്നപ്പോൾ ഞാനൊരു വിവാഹം കഴിച്ചു. ഒരു പീഡകനെ ഡിവോഴ്സ് ചെയ്ത പെണ്ണായിരുന്നു എൻ്റെ ഭാര്യ. എന്നാൽ വിവാഹത്തിന് ശേഷം ആ പീഡകൻ ഞങ്ങളെ വിളിച്ച് പേടിപ്പിക്കാൻ തുടങ്ങി. ഒരിക്കൽ അവൻ എൻ്റെ വീടിന് തീ വെച്ചു. ആ തീയിൽ എൻ്റെ ഭാര്യ മാത്രം മരിച്ചു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഞാൻ എന്തിനാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയോ? അവൻ്റെ അസ്ഥിവാരം തോണ്ടിയെടുക്കാനാണ്. ഇത് കേട്ട് പേടിക്കുന്ന ഹീറോ അപ്പോൾ തന്നെ ജയിലിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കും. വീട്ടിലാണെങ്കിൽ കോൾ കണക്റ്റ് ആവുന്നില്ല. വോയിസ് മെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ അതാണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാണ്, അങ്ങോട്ട് പോകുന്നില്ല, അയക്കാൻ പറ്റുന്നില്ല. ഹീറോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷനായിട്ടിരിക്കും. അന്ന് രാത്രി ഫ്രാൻസിലെ തെരുവിൽ 2 സ്ത്രീകൾ ആരെയോ കാണാനായിട്ട് പോവുകയാണ്. അവർ പോകുമ്പോൾ തൊട്ടു പിന്നിൽ തന്നെ സൈക്കിളിൽ വേറൊരുത്തൻ പോകുന്നുണ്ട്. അവൻ ആർക്കോ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവർ 2 പേരും നടന്നിട്ടുണ്ട്, അവരിപ്പോൾ എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. തൊട്ടടുത്തുള്ള വേനയിൽ നിന്ന് അവൻ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നുണ്ട്. അയാൾ പറയും നീ കൂടെ തന്നെ പൊക്കോ, ഫോളോ ചെയ്യുന്നത് നിർത്തണ്ട. അങ്ങനെ ആ 2 സ്ത്രീകളും കൂടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കയറും. അവിടെ അവർക്കായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അയാൾ വെള്ളക്കോട്ടിട്ട പെണ്ണിനെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമായി, ഇവൾ ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അപ്പോൾ തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെ വെള്ളക്കോട്ടുകാരി അയാളുടെ കൂടെ ഇരുന്ന് 1-2 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതെല്ലാം ഇവിടെ വാനിൽ നിന്ന് ഇയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അന്നേരം വെള്ളക്കോട്ട് പെണ്ണ് പറയും എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം എവിടെയാ വെച്ചേ? അതകത്തുണ്ടെന്ന് പറയുമ്പോൾ അവൾ അകത്തേക്ക് കയറി ചെല്ലും. അപ്പം തന്നെ വാനിലിരിക്കുന്നവൻ സിഗ്നൽ കിട്ടി കയറി ചെല്ലെന്ന് പറയും. അപ്പം തന്നെ കുറേ പോലീസുകാർ തോക്കുമായിട്ട് ആ റൂമിന് മുന്നിലേക്ക് ചെല്ലും. അതിൻ്റെ വാതിൽ ഷൂട്ട് ചെയ്ത് തുറക്കുമ്പോൾ അയാൾ അവിടെ തോക്കുമായിട്ടാണ് കാത്തു നിൽക്കുന്നത്. മെഷീൻ ഗണ്ണെടുത്ത് പടപടാന്ന് ഷൂട്ട് ചെയ്യും.
2-3 പോലീസുകാർ താഴെ വീഴെങ്കിലും ബാക്കിയുള്ള പോലീസുകാരെല്ലാം അകത്തേക്ക് കയറി ചെല്ലും. അയാൾ സോഫയ്ക്ക് പിന്നിലിരുന്ന് പിന്നിലൂടെ രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി ഓടാൻ നോക്കും. അന്നേരം വെള്ളം കുടിക്കാൻ വന്ന പെണ്ണ് വെള്ളം കുടിക്കാനെടുത്ത് ജഗ് എടുത്ത് അയാളുടെ തലക്കിട്ട് ഒരടിയും കൊടുക്കും. അയാൾ അവളെ പിടിച്ച് താഴെ ഇടാൻ നോക്കെങ്കിലും അവൾ അയാളെക്കാളും വലിയ പുള്ളിയാണ്. അയാളെ അടിച്ച് തോക്കും തിരികെ വാങ്ങി താഴെയിടും. അപ്പോഴേക്ക് ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും എത്തി അയാളെ പിടിച്ചു കഴിഞ്ഞു. അയാൾ വലിയൊരു പുള്ളിയായിരുന്നു, ഇപ്പോൾ താഴെ വീണ് കിടക്കുകയാണ്. വലിയൊരു പുള്ളിയാണ്. അയാൾക്ക് വേണ്ടിയുള്ള പോലീസുകാരുടെ ഒരു ട്രാപ്പായിരുന്നു ഇത്. ഈ പെണ്ണാണ് അവരുടെ ലീഡർ. ഇവളുടെ പേരാണ് ക്രിസ്റ്റീന. ഇതുപോലെ പിടികിട്ടാത്ത വലിയ വലിയ പുള്ളികളെ പിടിക്കുന്ന പരിപാടിയാണ് ഇവക്ക്. അങ്ങനെ അവർ പിടികിട്ടാ പുള്ളിയെ പിടിച്ച സന്തോഷത്തിലാണ്. ബാക്കിയുള്ള പോലീസുകാർക്കും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. വെസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഷോട്ട് കൊണ്ടിട്ടൊന്നുമില്ല. അതേസമയത്ത് ജയിലിൽ നിൽക്കുന്ന ഹീറോക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വീട്ടിലെ ഭാര്യയെയും കുഞ്ഞിനെയും ആലോചിച്ചിട്ട് നിക്കപ്പുറതി ഇല്ല എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്ര തന്നെ. അങ്ങനെ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നിൽക്കുന്ന ഹീറോയെ ഒരു പോലീസുകാരൻ വന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് ആ മൊട്ട ടീം അവിടേക്ക് വരുന്നത്. അവർ ലൂയിസിനെ പിടിക്കാനായിട്ട് വന്നപ്പോൾ, അവനെ കാണാനായിട്ട് വന്നപ്പോൾ ഹീറോ അവരെ തടഞ്ഞത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ലൂയിസ് ആണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഹീറോയെ അടിച്ചിടാനാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. പോലീസുകാരനാണെങ്കിൽ അപ്പോൾ തന്നെ കൂടെയുള്ള പോലീസുകാരനോട് അവിടെയുള്ള ക്യാമറ ഓഫ് ചെയ്യാൻ പറയും. അങ്ങനെ ഗേറ്റും അടച്ച് ആ 3 പേർക്കും ഹീറോയെ തട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കും. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ അവരെ ഇടിക്കാൻ തുടങ്ങും. എന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അവർ 3 പേരുണ്ടായതുകൊണ്ട് തന്നെ ഹീറോയെ പിടിച്ച് താഴെയിടും. മോന്തൊക്കെ ഒരു കവറോട്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വീണ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഹീറോ ഒരുത്തനിട്ട് ഒരു കുത്തു കൊടുക്കുക. എഴുന്നേറ്റ് വന്ന് അവനെ താഴെയിട്ട് അവൻ്റെ കഴുത്തിനിട്ട് ഒരൊറ്റ അടി. അടുത്തവനെ പിടിച്ച് അവൻ്റെ കഴുത്തിനിട്ട് ഒരൊറ്റ കടി. അവസാനമുള്ളവൻ്റെ മോന്ത തേക്കാത്ത ചുമരിനിട്ട് പിടിച്ച് ഒരത്തി കൊടുക്കും. അത് കാണുന്ന പോലീസുകാരൻ നിങ്ങൾ 3 പേരില്ലടോ എന്ന് ചോദിച്ച് പേടിച്ച് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലും. കയ്യിൽ കൊലകൊലാന്ന് താക്കോലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗേറ്റിൻ്റെ താക്കോൽ ഏതാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കൈ കിട്ടുന്നില്ല. അപ്പോഴാണ് ഹീറോ അവൻ്റെ മുന്നിലേക്ക് എത്തുക. അവൻ പറയും ഞാൻ ഇവിടെ നടന്ന ആരോടും പറയില്ല. ഹീറോ അവൻ്റെ മോന്തക്കിട്ട് ഒരു ഇടി കൊടുത്ത് അവൻ്റെ യൂണിഫോം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. അവിടെയുള്ള പോലീസുകാരോട് അവന്മാരെന്നെ അടിച്ചു എന്ന് മുഖവും പൊത്തി പിടിച്ച് പറയും. അവർ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അടിക്കാൻ വരുന്നതാണ് കാണുന്നത്. എല്ലാ പോലീസുകാരും കൂടെ ആ മൊട്ടയെ പിടിക്കാനായിട്ട് അകത്തേക്ക് ഓടി ചെല്ലും. ഹീറോ അന്നേരം ഓടി വന്ന് അവൻ്റെ ID കാർഡും വെച്ച് മെയിൻ ഗേറ്റിനടുത്തേക്ക് കയറും. അവിടെയുള്ളവനെയും പറ്റിച്ചിടിച്ച് തടയിട്ട് മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഹീറോ ഒന്നും അറിയാത്ത പോലെ മെല്ലെ നടന്ന് പുറത്തിറങ്ങി വരും. ഒരു ചെറിയ കുന്നും കയറി റെയിൽവേ ട്രാക്കും താണ്ടി ഹീറോ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഹീറോ രക്ഷപ്പെട്ടത് നാട്ടിൽ മൊത്തം പാട്ടാവും. ഹീറോയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനുള്ള പണി കിട്ടുന്നത് ആ ക്രിസ്റ്റീനൊക്കെയായിരിക്കും. വലിയ വലിയ പിടികിട്ടാ പുള്ളികളെയെല്ലാം പിടിച്ചു കൊണ്ടുവരുന്ന പെണ്ണില്ലായിരുന്നോ, അവൾക്കായിരിക്കും അതിൻ്റെ ചാർജ് കിട്ടുക. അതിന് അവൾ ബോസിനോട് പറയും എനിക്ക് ഇതിനിടക്ക് വേറെയും കേസുണ്ട്, അത് കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ഇതിലേക്ക് വരാൻ പറ്റൂ. അതിന് ബോസ് പറയും നിങ്ങൾ 3 ആഴ്ച കൊണ്ട് 3 ടീമിനെ പിടിച്ച ആളുകളാണ്, നിങ്ങൾക്ക് ഇവനെ പിടിക്കാനായിട്ട് ഒരു പണിയുമില്ല, നിങ്ങൾ ആദ്യം ഇവനെ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കേസെല്ലാം നോക്കാം. അതേസമയത്ത് ഏതോ ഒരു മാർക്കറ്റിൽ ഒരു പെൺകൊച്ച് നടക്കുമ്പോൾ ലൂയിസ് അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കും ഈ കാപ്പിപ്പൊടി വെച്ച സ്ഥലം ഏതാണെന്നൊന്ന് കാണിച്ചു തരിക. അവൾ പറയും നേരെ പോയിട്ട് റൈറ്റ് കയറി ചെന്നാൽ മതി. അതിനവൻ പറയും ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ എനിക്ക് വഴിയെല്ലാം തെറ്റി ഞാൻ ഇവിടെ അവിടെ ഇവിടെയായിട്ട് നടക്കും, അതുകൊണ്ട് എനിക്കൊന്ന് വന്ന് കാണിച്ചു തരുമോ. അപ്പോഴേക്ക് അവളുടെ അമ്മ വിളിക്കുമ്പോൾ അവൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഹീറോ ജയിലിൽ നിന്ന് ചാടിയ ന്യൂസ് അവിടെയുള്ള TV-യിൽ കാണിക്കുന്നത്. അത് കാണുന്ന ലൂയിസിന് ചെറുതായിട്ടൊരു പേടിയാവുന്നുണ്ട്. അവൻ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ കാറിൽ കയറുമ്പോൾ കാറിൽ ഭാര്യയുണ്ട്. ഭാര്യയോട് ഹീറോ പുറത്തിറങ്ങിയ കാര്യം പറയുമ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ഭയക്കും. അതിനവൻ പറയും നീ പേടിക്കൊന്നും വേണ്ട, അവൻ നമ്മളുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ പോലീസുകാർ അവനെ പിടിച്ചോളും. അന്നേരം അവരുടെ പിന്നിലുള്ള സീറ്റിൽ ഇരിക്കുന്ന ഹീറോയുടെ മകളായിരിക്കും. ലൂയിസിന്റെ കെട്ടിയോള് പറയും എന്തായാലും നിങ്ങൾ എനിക്ക് ഇവളെ കൊണ്ടു തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇനി അവനെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആക്കിയാൽ മതി. ഭാര്യ പറഞ്ഞതുകൊണ്ടാണ് ഹീറോയുടെ മകളെ ഇപ്പോൾ ലൂയിസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഹീറോയുടെ ഭാര്യ അവൻ എന്ത് ചെയ്തു എന്നറിയില്ല. ഓഫീസിൽ ഹീറോയെ എങ്ങനെ പിടിക്കും എന്നുള്ള ചർച്ചയായിരിക്കും ക്രിസ്റ്റീനയും ടീമും. അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോയുടെ ടീമിനെ പറ്റി സംസാരിക്കും. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പറയും അവൻ്റെ ടീമെന്ന് വെച്ചാൽ എല്ലാവരും വലിയ വലിയ ആളുകളാണ്, പക്ഷെ അവർ തന്നെ അവൻ്റെ ചെവിയിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിയിട്ടുണ്ട്. ശരിക്കും ഹീറോയുടെ ചെവിയിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിയത് ഹീറോയുടെ കൂടെ തന്നെ മോഷ്ടിക്കാനായിട്ട് വന്നവരാണ്. പക്ഷെ അവർക്കറിയില്ലായിരുന്നു ഹീറോ എവിടെയാണ് ആ കാശ് ഒളിപ്പിച്ച് വെച്ചതെന്ന്. അതിന് ഹീറോ പറഞ്ഞതാണ് നമ്മളെല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് അത് എടുക്കാമെന്ന്. പക്ഷെ അവരാരും അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവർ ഹീറോയെ ഉപദ്രവിക്കാനായിട്ട് വന്നത്. അന്നേരം വേറൊരു പോലീസുകാരൻ ഹീറോയുടെ നമ്പർ ട്രാക്ക് ചെയ്തിട്ട് ഹീറോ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഹീറോയുടെ വീടിൻ്റെ ലൊക്കേഷൻ അവർക്ക് കിട്ടി. അങ്ങനെ അവർ ഹീറോയുടെ വീട്ടിലേക്ക് ഇറങ്ങും. അതേസമയത്ത് ഹീറോ വീടിൻ്റെ തൊട്ട് മുന്നിലെത്തും. ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് താക്കോലും എടുത്ത് മേലേക്ക് കയറി ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഭാര്യയും കുട്ടിയും കാണുന്നില്ല. അവിടെയെല്ലാം വിളിച്ചു നോക്കുമ്പോഴും അവരെ കാണുന്നില്ല. ചിലപ്പോൾ അവർ പുറത്തു പോയതാവുമെന്ന് കരുതി അവൻ കയ്യിലെ ചോരയെല്ലാം കഴുകിയിട്ട് അവിടുന്ന് കുറച്ച്
കാശും എടുത്ത് പുറത്തിറങ്ങും. അപ്പോഴാണ് പോലീസുകാർ മേലേക്ക് കയറി വരുന്ന അവൻ കാണുക. അവൻ അപ്പം തന്നെ അവിടുന്ന് മാറിക്കളയും. പോലീസുകാർ മേലെ എത്തി വാതിലും ചവിട്ടി തുറന്ന് അകത്ത് കയറി നോക്കെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. പക്ഷേ വാഷ് ബേസ് നോക്കുമ്പോൾ അതിൽ കുറച്ച് ചോര കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഹീറോ അവിടെ വന്നിട്ടുണ്ട്. പോലീസുകാരെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ക്രിസ്റ്റീനക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല. അവൾ അവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെയുള്ള ചുമരിൽ ഒരു വാതിൽ കിടക്കുന്നത് കാണും. അവളത് മെല്ലെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഹീറോ ഉണ്ടാവും. ഹീറോ പേടിച്ച് പുറത്തിറങ്ങി കൈ ഹാൻഡ്സപ്പിലിട്ട് പറയും, നിങ്ങളെന്നെ വെറുതെ വിടണം, എനിക്ക് തിരിച്ച് ആ ജയിലിലേക്ക് പോകാൻ പറ്റില്ല. അവൾ പറയും, ഇതൊഴിച്ച് വേറെ എന്ത് പറയുകയാണെങ്കിലും നമുക്കത് ശരിയാക്കാം. അതിന് ഹീറോ പറയും, ഈ പരക്കം പാശയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കയ്യിൽ ആയുധമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിലിപ്പോൾ ആയുധമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അന്നേരം വേറൊരു പോലീസുകാരൻ മേലെ കയറി വരുന്നുണ്ടാവും. ഹീറോ പെട്ടെന്ന് അവൻ്റെ മേലേക്ക് ഒരൊറ്റ ചാട്ടായിരിക്കും. അവനെ പിടിച്ച് ജനലും പൊളിച്ചോണ്ട് താഴെയുള്ള വണ്ടിയുടെ മേലേക്ക് വീഴും. വണ്ടി തവിട് പൊടിയാവും. വണ്ടിയുടെ ഓണർ പാവുണ്ടാവും. ഹീറോ വണ്ടീൻ്റെ മേലേന്ന് പുറത്തിറങ്ങിയിട്ട് വേച്ച് പിന്നെ അവിടുന്ന് ഒരൊറ്റ ഓട്ടായിരിക്കും. പിന്നാലെ തന്നെ പോലീസുകാരുണ്ട്, കൂടെ തന്നെ ക്രിസ്റ്റീനയും ഉണ്ട്. ഹീറോ ഓടി ഹൈവേയിൽ കയറി അവിടെ നിന്ന് എതിരെ വരുന്ന വണ്ടികളുടെ എതിരെ ഓടും. വണ്ടികളെല്ലാം ഇടിക്കാൻ പോകുന്നുണ്ട്. എന്നാലും പിന്നാലെ തന്നെ ക്രിസ്റ്റീനയും വേറൊരു പോലീസുകാരനും കൂടെയുണ്ട്. ഹീറോ ഓട്ടത്തിൽ സമാധാനമായിട്ട് 2 വണ്ടികൾ തമ്മിൽ ആക്സിഡൻ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഹൈവേയുടെ മേലേന്ന് താഴെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ മേലേക്ക് ഒരൊറ്റ ചാട്ടായിരിക്കും. പിന്നാലെ എത്തുന്ന ക്രിസ്റ്റീന അവിടെ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുമെങ്കിലും ക്രിസ്റ്റീനയും പിന്നാലെ തന്നെ ചാടും. അവൾ ആള് വിചാരിച്ച ആളല്ല, വലിയ പുള്ളിയാണ്. അവൾ ഹീറോയുടെ പിന്നാലെ വെച്ച് പിടിക്കെങ്കിലും ഹീറോ റെയിൽവേ സ്റ്റേഷൻ്റെ മേലെ കൂടെ ആയിരിക്കും ഓടുന്നത്. അപ്പോഴേക്ക് പോലീസുകാർ കാറും ബഹളവും എല്ലാം ആയിട്ട് താഴെ എത്തിയിട്ടുണ്ടാവും. പെട്ടെന്ന് നേരെ ഓടുന്ന ഹീറോ തിരിഞ്ഞ് ക്രിസ്റ്റീനയുടെ അടുത്തേക്ക് ഓടും. അവളുടെ തൊട്ടടുത്തെത്തുമ്പോൾ തന്നെ താഴെ കൂടെ ഓടുന്ന ട്രെയിനിൻ്റെ മേലേക്ക് ഹീറോ ചാടും. എന്നാൽ ആ ട്രെയിനിലേക്ക് കോൾ ചെയ്ത് ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഹീറോ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാവരും കൂടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ ട്രെയിനിന് മേലെയുള്ള ഹീറോ ബെൽറ്റ് ഊരിയിട്ട് ട്രെയിനിൽ കെട്ടിവെച്ച് ട്രെയിനിൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് തൂങ്ങിയിറങ്ങും. ഇടിച്ച് ജനൽ തുറന്നിട്ട് ചെയിന് വലിച്ച് ട്രെയിൻ നിർത്തും. ഹീറോയെ കണ്ടാൽ കുറച്ച് പ്രായം തോന്നിക്കെങ്കിലും അതുക്കും മേലെയുള്ള പണികളാണ് ചെയ്യുന്നത്. ട്രെയിനും വലിച്ചു നിർത്തി ഹീറോ അതിൽ നിന്നും ഇറങ്ങി ആ വലിയ പാടത്ത് കൂടെ എങ്ങോട്ടോ നടക്കും. അപ്പോഴേക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തിയ പോലീസുകാർക്ക് മനസ്സിലായി ഹീറോ വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. അന്നേരം ക്രിസ്റ്റീന പറയും, ശരിക്കും അവൻ്റെ മോട്ടീവ് ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല, അവനെ പിരിമുറുക്കത്തിലാക്കുന്ന വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അവൻ അതിന് പിന്നാലെയാണ് ഓടുന്നത്. അന്ന് രാത്രി ഹീറോ ഏതോ ഒരു ബസ്സിൽ എങ്ങോട്ടോ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെയുള്ളൊരു മതിൽ ചാടുമ്പോൾ അതൊരു വലിയ ശ്മശാനത്തിലേക്കായിരിക്കും ഹീറോ ഇറങ്ങുന്നത്. അങ്ങനെ അച്ഛൻ്റെ ശവക്കല്ലറയുടെ അടുത്തെത്തി അതിൻ്റെ സ്ലാബ് നീക്കി നോക്കുമ്പോൾ അതിനുള്ളിൽ ഹീറോയുടെ കാശ് കാണുന്നില്ല. അച്ഛൻ്റെ ബോഡിയുള്ള പെട്ടി മാത്രമാണ് അതിലുള്ളത്. ഇടം വലം നോക്കും, എന്നാൽ അവിടെയൊന്നും കാശ് കിടക്കുന്നില്ല. ഹീറോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആ സ്ലാബ് അടയ്ക്കാൻ നേരത്താണ് അതിൽ മറ്റെന്തോ കാണുക. ആ പെട്ടിയുടെ സൈഡിലായിട്ട് മറ്റെന്തോ ഒന്നുണ്ട്. ഹീറോ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോയുടെ ഭാര്യയായിരിക്കും അത്. ഹീറോയുടെ ഭാര്യയെ ലൂയിസ് ആണ് കൊന്ന് അതിലിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കാശും എടുത്ത് അവൻ അവിടെ നിന്ന് മുങ്ങി. ഹീറോ അവിടെ കിടന്ന് കുറേ സമയം കരയും. എന്നിട്ട് തൊട്ടടുത്തുള്ള ഫോൺ ബൂത്തിൽ വന്ന് ലൂയിസ് കൊടുത്ത നമ്പറിൽ അവനെ കോൾ ചെയ്യും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ ഭാര്യയെ കൊന്നേ? ലൂയിസ് പറയും, നീ എന്നെ വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീ എന്താ പറയുന്നത്, ഞാൻ നിന്റെ ഭാര്യയെ കൊന്നെന്നോ? ഹീറോ വീണ്ടും ചോദിക്കും, നീ എന്തിനാണ് അവളെ കൊന്നേ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അന്നേരം ലൂയിസ് പറയും, ഞാൻ നിനക്കൊരു ലാഭം ഉണ്ടാക്കി തന്നല്ലേ. ഒരാളെ നോക്കിയാൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നിന്റെ ഭാര്യയെ നോക്കിയപ്പോൾ അവൾ ആള് ശരിയല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഞാൻ അവളെ കൊന്നേ. എൻ്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, അവളൊരു സുന്ദരി കൊച്ചല്ലേ, അവളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, സേഫാണ്. അവൾ ഇനിയും സേഫായിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ പിന്നാലെ വരാൻ പാടില്ല. എന്നിട്ട് കോളും കട്ട് ചെയ്ത് ആ സിം എടുത്ത് അവൻ നശിപ്പിച്ച് കളയും. അതേസമയം സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരന് ഹീറോ പോലീസിൽ പിടിക്കപ്പെടുന്നതിന് മുന്നേ ഒളിക്കപ്പെട്ടിരുന്ന സ്ഥലം ഹീറോയുടെ ഒളിത്താവളം അതെവിടാന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ അവർ മറ്റൊരു പോലീസ് ടീമിനെ അങ്ങോട്ട് അയക്കും. അവിടെയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ടീമാണ് അങ്ങോട്ട് പോകുന്നത്. അന്നേരം ഹീറോ ഏതോ ഒരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ച് ഒരു മൊട്ടച്ചേട്ടൻ്റെ കൂടെ എങ്ങോട്ടോ പോവുകയാവും. ഇവിടെ ഹീറോ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പോലീസ് പെണ്ണും ടീമും കൂടെ എത്തുമ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ടാവും. അവരെത്തുമ്പോൾ അവിടെ പോലീസുകാരെല്ലാവരും കൂടെ അന്വേഷണങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും ഹീറോയുടെ ഒളിത്താവളം ഇതായിരുന്നെങ്കിലും ഇതിനു മുന്നേ ഇവിടെ ഒളിച്ചു നിന്നിരുന്നത് ലൂയിസ് ആയിരുന്നു. അവൻ ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കും. പക്ഷേ ഹീറോക്ക് അറിയില്ലായിരുന്നു ഇത് ലൂയിസിൻ്റെ ഒളിത്താവളമാണെന്ന്. ഹീറോ അറിയാതെയാണ് ഇവിടെ വന്ന് ഒളിച്ചു നിന്ന്. ഇനി ഇവിടെ ലൂയിസിനെതിരായിട്ടുള്ള എന്ത് തെളിവുകൾ കിട്ടുകയാണെങ്കിലും അതെല്ലാം ഹീറോയുടെ പേരിലായിരിക്കും വരിക. അതേസമയം തന്നെ അവിടേക്ക് ഒരു ഓൾഡ് മാൻ വരുന്നുണ്ട്. അയാൾ വരുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ ചെന്ന്, നിങ്ങളിപ്പം വരണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്കാമെന്ന് പറയും. അപ്പോഴാണ് ഒരു പോലീസുകാരൻ എന്തോ കണ്ടെന്ന് പറയുക. എല്ലാവരും അവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് കാണുക അതൊരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ്. കൂടെ തന്നെ ആ ഓൾഡ് മാന് ഓടി വന്നത് നോക്കും. അയാളുടെ മകളാണ് മരിച്ചു കിടക്കുന്നത്. അവളെ 3 വർഷം മുന്നേ കാണാതായതായിരുന്നു. എല്ലാവരും വിചാരിച്ചിരുന്നത് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ്. പക്ഷേ ഇപ്പോഴാണ് അവളുടെ ബോഡി കിട്ടുന്നത്.
എപ്പോഴാണ് മരിച്ചതെന്നറിയില്ല, പക്ഷേ ബോഡി കിട്ടുന്നത് ഇപ്പോഴാണ്. അന്നേരം ക്രിസ്റ്റീനയുടെ ബോസ് വിളിച്ച് ചോദിക്കും, അവൻ കൊന്നതാണെന്ന് ഉറപ്പായോ? അവൾ പറയും, അവനൊരു കൊലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവനൊരു കുഞ്ഞുണ്ട്, ഒരു ഭാര്യയുണ്ട്. പോരാത്തതിന് അവൻ വേറെ എന്തിൻ്റെയോ പിന്നാലെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. ബോസ് പറയും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നെല്ലാം നിങ്ങൾ മറന്നുപോയോ? ഒരാളുടെ മുഖം നോക്കിയിട്ട് അവരെ വിലയിരുത്താൻ പാടില്ല, അവരായിരിക്കും വലിയ കൊലയാളി. നീ എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യ്, അവൻ നിന്റെ മുന്നിൽ ഇനി വന്ന് പെട്ടാൽ അവൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ? അവൾ ഓക്കെയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതേ സമയത്ത് ഹീറോയെ ജയിലിൽ കാണാൻ വന്ന പോലീസുകാരൻ വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയാവും. വണ്ടിയെല്ലാം ഗാരേജിൽ കയറ്റി വെച്ച് ഷട്ടർ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഹീറോ അകത്ത് കയറി വന്ന് അയാളുടെ കഴുത്തിൽ കത്തി വെക്കുക. അകത്ത് കയറി വന്ന് അയാളുടെ ഗണ്ണും എടുത്തിട്ട് അയാളെ ഗൺ പോയിന്റിൽ ഇരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. അങ്ങനെ പോലീസുകാരൻ ലൂയിസിനെ പറ്റി പറയാൻ തുടങ്ങും. ഇവിടെ നിന്ന് 20 മൈൽ ദൂരെ വെച്ചാണ് ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് അവളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിക്കാനായിട്ട് പോയതായിരുന്നു. അവളോട് അവൻ സംസാരിക്കുന്നതായിട്ട് അവിടെയുള്ള പലരും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ചോദ്യം ചെയ്തു. അവൻ ചിരിച്ചോണ്ടായിരുന്നു എനിക്കെല്ലാ മറുപടിയും തന്നുകൊണ്ടിരുന്നത്. പോരാത്തതിന് എന്നെ കുഴപ്പത്തിലാക്കാനായിട്ട് കുറേ ചോദ്യങ്ങളും ചോദിച്ചു. പക്ഷേ ആകപ്പാടെ അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള തെളിവ് അതെൻ്റെ കയ്യിലില്ല. അതിനുശേഷം 2 കൊലപാതകങ്ങൾ നടന്നു. അതിൽ ആദ്യത്തെ കൊലപാതകം നടന്നപ്പോൾ തന്നെ ഞാൻ അവനെ പൊക്കി. അവിടെ നിന്ന് കിട്ടിയ DNA സാമ്പിള് അവനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് മാച്ച് ആവുന്നില്ല. പക്ഷേ രണ്ടാമത് നടന്ന കൊലപാതകം അവിടെ വെച്ച് ഞങ്ങൾക്കൊരു സ്പേം സാമ്പിൾ കിട്ടി. പക്ഷെ അവൻ്റെ മുന്നിൽ ഞങ്ങൾ വീണ്ടും തോറ്റു. പിറ്റേന്നായപ്പോഴേക്ക് ആ സാമ്പിൾ അവിടെ കാണുന്നില്ല. അതവൻ മോഷ്ടിച്ചു, അവൻ നശിപ്പിച്ചു. ആ കേസിൻ്റെ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ടും ആ സ്പേം സാമ്പിൾ കാണാതായതുകൊണ്ടും പോലീസിൽ നിന്ന് എന്നെ പുറത്താക്കി. ഹീറോ ചോദിക്കും, അപ്പം നിങ്ങളെ പോലീസിൽ നിന്ന് പുറത്താക്കിയോ? അതേ, എന്നെ പോലീസിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അന്ന് നിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ പോലീസിലാണെന്ന്. പക്ഷേ ഞാനിപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. ഹീറോ ചോദിക്കും, അവൻ വലിയ സ്ത്രീകളെല്ലാം ഉപദ്രവിക്കും, അതെനിക്ക് മനസ്സിലായി. അവൻ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഉപദ്രവിക്കുമോ? അതായത് എൻ്റെ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കുമോ? നിൻ്റെ കുഞ്ഞവൻ്റെ കയ്യിലാണോ? അവൻ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ അവൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ ഭാര്യയെ അവന് മടുത്തു തുടങ്ങും. ഹീറോ ലൂയിസിൻ്റെ നമ്പർ പോലീസുകാരന് കൊടുക്കും. നിങ്ങളൊരു പഴയ പോലീസുകാരനല്ലേ, നിങ്ങളുടെ ബന്ധമെല്ലാം വെച്ചിട്ട് ഈ നമ്പർ എവിടെയാണെന്ന് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? പോലീസുകാരൻ ആ നമ്പറും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അതേ സമയത്ത് ഹീറോക്ക് ലിഫ്റ്റ് കൊടുത്തിരുന്ന ട്രക്ക് ഡ്രൈവർ കൂടെ വേറൊരു ശിങ്കിടിയായിട്ട് അടുത്ത ട്രിപ്പിന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ശിങ്കിടിയുടെ കയ്യിൽ ഹീറോയുടെ ഫോട്ടോ ഉള്ള പത്രം കാണുക. ഇവൻ ആരാന്ന് ചോദിക്കുമ്പോൾ ശിങ്കിടി പറയും, അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഡ്രൈവർ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചിട്ട് അവൻ എവിടെയായിരുന്നു തലേന്ന് രാത്രി അവൻ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞു കൊടുക്കും. അതേ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് അവിടെയുള്ള വലിയൊരു ഓഫീസറെ കാണണമെന്നും പറഞ്ഞ് ഓഫീസിലേക്ക് കയറി വരും. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫോണിൽ നിന്ന് സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ലൂയിസിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ലൊക്കേഷൻ ചോദിക്കും. അവർ ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ പോലീസുകാരൻ അപ്പം തന്നെ ഹീറോയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ സിം 48 മണിക്കൂർ മുന്നേ വരെ ആക്റ്റീവായിരുന്നു, ഇപ്പോൾ ആക്റ്റീവ് അല്ല. 600 കിലോമീറ്റർ ദൂരെയുള്ള ചെയിൻഗർ എന്ന ഗ്രാമത്തിൽ നിന്ന് ആ ഫോണിൽ നിന്ന് ആൽപ്സ്മാരി എന്ന സ്ഥലത്തേക്ക് കോളുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെയിൻഗർ എന്ന സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ലൂയിസ് ഉണ്ടാവുക. ഹീറോ പറയും, അവൻ എപ്പോഴും സൈനക്സ് എന്നൊരു മരുന്ന് കഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും ഫാർമസിയുള്ള സ്ഥലത്തായിരിക്കും അവൻ താമസിക്കാൻ ചാൻസ്. പോലീസുകാരൻ നോക്കുമ്പോൾ ആ ചെയിൻഗർ എന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ഒരൊറ്റ ഫാർമസി മാത്രമാണ് ഉള്ളത്. അന്നേരമാണ് ഹീറോ പുറത്ത് ആരോ വരുന്ന ശബ്ദം കേൾക്കുക. പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസായിരിക്കും വരുന്നത്. ഹീറോ ചോദിക്കും, നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ? ഞാൻ ഒറ്റിക്കൊടുത്തെന്നോ? ഞാനെന്തിന് നിന്നെ ഒറ്റിക്കൊടുക്കണം? നിനക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വരെ പോലീസ് സ്റ്റേഷനിൽ വരെ വന്നിരിക്കുന്നത്. ഇനി ഹീറോക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഹീറോ അപ്പം തന്നെ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങും. എല്ലാ വീടിൻ്റെ അതിർത്തികളിലും ഓഗി കാർട്ടൂണിൽ കണ്ട പോലെയുള്ള മതിലുകളാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അതിനകത്തുകൂടെ ഓരോ കോമ്പൗണ്ടിലേക്ക് മാറി മാറി കയറും. ഹീറോയും പോലീസും തമ്മിൽ ഇപ്പോൾ വീടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരൊന്നും ഇങ്ങോട്ട് കയറി ചെന്നാൽ ഹീറോയെ കാണാൻ പറ്റും. അങ്ങനെ ഓടിച്ചെല്ലുന്ന ഹീറോ ഒരു വലിയ നായയുടെ മുന്നിലായിരിക്കും ചെന്നപ്പെടുക. ആ നായ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് അത് പുല്ലിനകത്തൂടെ ഇറങ്ങി ഓടും. അത് ഓടുന്നത് ക്രിസ്റ്റീനയുടെ അടുത്തുകൂടെ ആയിരിക്കും. അവളുടെ ശ്രദ്ധ മാറിയതൊക്കെ നോക്കി ഹീറോ പുറത്തിറങ്ങി അവളുടെ ഗണ്ണെടുത്ത് അവളുടെ തലക്ക് തന്നെ പിടിക്കും. മുന്നിലുള്ള പോലീസുകാരോട് ഗണ്ണെല്ലാം ദൂരേക്ക് ഇട്ടിട്ട് താഴെ കിടക്കാനും പറയും. അന്നേരം ക്രിസ്റ്റീന ചോദിക്കും, നീ സിൽവിയ, ഗാർസിയ, ജൂലി ഇവരെല്ലാം കൊന്ന പോലെ എന്നെയും കൊല്ലാനായിട്ട് പോവുകയാണോ? നീ എന്താ പറയുന്നതെന്ന് ഹീറോ ചോദിക്കും. അവൾ ചോദിക്കും, നീയല്ലേ എല്ലാ പെൺകുട്ടികളെയും കൊന്ന ആ സീരിയൽ കില്ലർ? ഹീറോ പറയും, അവൻ എന്നെയും മൊണ്ണയാക്കി നിങ്ങളെയും മൊണ്ണയാക്കി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞോടുമ്പോൾ ക്രിസ്റ്റീന അവളുടെ 2ാമത്തെ ഗണ്ണെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യും. ഹീറോയുടെ വയറ്റിനായിരിക്കും ഷോട്ട് കൊള്ളുക, എന്നാലും എഴുന്നേറ്റ് ഓടും. മുന്നിൽ വരുന്ന പോലീസുകാരനെയും തള്ളി മാറ്റി ഓടിച്ചെല്ലുമ്പോൾ പോലീസുകാരൻ വന്ന് ഹീറോയുടെ തൊട്ട് മുന്നിലായിട്ട് വണ്ടി കൊണ്ടു നിർത്തും. ഹീറോ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് എടുത്തു ചാടും. പോലീസുകാർ ഷൂട്ട് ചെയ്യെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ പോലീസുകാരൻ ഹീറോക്ക് ആ ചെയിൻഗർ ഗ്രാമത്തിലേക്ക് പോകാനുള്ള മാപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് പോലീസുകാർ അവരുടെ തൊട്ടു മുന്നിൽ ഗണ്ണുമായിട്ട് കാത്തു നിൽക്കുന്നത്.
പോലീസുകാരൻ വണ്ടി നിർത്തില്ല. അയാൾ പോലീസുകാരുടെ വണ്ടിയും തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കും. എന്നാൽ ഒരു പോലീസുകാരൻ്റെ ഷോട്ട് നമ്മുടെ പോലീസുകാരൻ്റെ ബോഡിയിൽ തറയ്ക്കും. അയാൾക്കിനി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയോട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ പറയും. ഹീറോ ഇടം വലം നോക്കാതെ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറും. പോലീസുകാരനാണെങ്കിൽ ഇപ്പോൾ ബുള്ളറ്റ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ബോധം കിട്ടുന്നില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കമ്പിയിലൂടെ വണ്ടി കയറ്റി അവിടെ മറിഞ്ഞു വീഴും. പോലീസുകാരൻ മരിച്ചോ മരിച്ചില്ല എന്നറിയില്ല. രാത്രിയാകുമ്പോൾ ഹീറോ ഒരു ബാറിന് മുന്നിൽ നിൽക്കുന്നവരുടെ വണ്ടി അവർ പോലും അറിയാതെ അടിച്ചോണ്ട് പോകും. അവർ പിന്നാലെ ഓടി വരുമെങ്കിലും ഹീറോ വണ്ടി നിർത്തില്ല. അതുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ആ ചേൻഗർ ഗ്രാമത്തിലേക്കായിരിക്കും. 4 മണിക്കൂർ യാത്ര ചെയ്താണ് ഹീറോ അവിടെ എത്തുക. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അവിടെയുള്ളവർക്കാർക്കും സംശയമില്ല. കാരണം ഇപ്പോൾ 600 കിലോമീറ്റർ ദൂരെയാണല്ലോ ഹീറോ നിൽക്കുന്നത്. അവിടെ നിന്ന് ഹീറോ ആ മെഡിക്കൽ ഫാർമസി കണ്ടുപിടിക്കും. പോലീസുകാരൻ ഹീറോക്ക് ആ മാപ്പിൽ മെഡിക്കൽ ഫാർമസി കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ഹീറോ ആ ഫാർമസിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലും. അവിടുന്ന് റൂമൊന്നും എടുക്കുന്നില്ല. അവിടെ ആരും ഇല്ലാത്തൊരു റൂം നോക്കി ഹീറോ കുത്തി തുറക്കും. അപ്പോൾ ഹീറോക്ക് മനസ്സിലാകും അവിടെ ഇതടുത്തൊന്നും ആരും താമസിച്ചിട്ടില്ല. റൂമാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടെയുള്ള ജനൽ തുറന്ന് നോക്കുകയാണെങ്കിൽ ഫാർമസിയും കാണാൻ പറ്റും. നമ്മുടെ ആൾ ഷോട്ട് കൊണ്ട മുറിവിന് മരുന്നും വെച്ച് പത്രം എടുത്ത് നോക്കുമ്പോഴാണ് പോലീസുകാരും മരിച്ച വാർത്ത കാണുക. എന്നാലും ഹീറോയുടെ കണ്ണ് ആ ഫാർമസിയുടെ മുന്നിലേക്ക് തന്നെയായിരിക്കും. എപ്പോഴാണോ അവിടേക്ക് ലൂയിസ് വരുന്നതെന്നാണ് ഹീറോ നോക്കി നിൽക്കുന്നത്. അതേ സമയത്ത് ലൂയിസ് മാർക്കറ്റിൽ നിന്ന് കണ്ട പെണ്ണില്ലായിരുന്നു. ആ ചായപ്പൊടി കാപ്പിപ്പൊടി ചോദിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയ പെണ്ണ് അവൾ വീട്ടിലേക്ക് നടക്കുകയായിരിക്കും. അവളുടെ തൊട്ടു പിന്നിൽ തന്നെ ലൂയിസും ഭാര്യയും ഹീറോയുടെ മകളും വരുന്നുണ്ട്. ലൂയിസിന്റെ ഭാര്യ അവളോട് ചോദിക്കും ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ? മകൾക്ക് നല്ലപോലെ വയറുവേദനയാവുന്നുണ്ട്. അതിനവൾ പറയും ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരേക്ക് ചെന്നാൽ ഒരു ഡോക്ടർ ഉണ്ട്. അതിന് ലൂയിസിന്റെ ഭാര്യ എന്നാൽ ഞങ്ങൾക്കൊന്ന് കൂടെ വന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കും. അതിനവൾ പറയും എനിക്കിപ്പോൾ സമയമല്ല, വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം. ലൂയിസിന്റെ ഭാര്യ പറയും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു തരാം. പെട്ടെന്ന് ലൂയിസും കയറി ഇടപെടും. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരാം. വേറെ നിവൃത്തിയില്ലാതെ അവൾ അവരുടെ കൂടെ കാറിൽ കയറും. അങ്ങനെ 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞപ്പോൾ അവൾ പറയും ഇവിടുന്ന് റൈറ്റാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോവേണ്ടത്. അതിന് ലൂയിസ് പറയും എനിക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് ലൂയിസിന്റെ ഭാര്യ പിന്നീന്ന് ക്ലോറോഫോം എടുക്കുന്നുണ്ട്. കാറിലിരിക്കുന്ന പെണ്ണിന് സംശയം തോന്നി അവൾ പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കാൻ നോക്കും. കെട്ടിയോള് പെട്ടെന്ന് ബോധം കെടുത്താൻ നോക്കുമ്പോഴേക്ക് അവൾ തട്ടിത്തെറിപ്പിച്ച് കാറിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ഒരു ടണലിലൂടെ ഏതോ കാട്ടിലേക്ക് ഓടിക്കയറും. എന്നാൽ ലൂയിസിന് വിടാനുള്ള പ്ലാനൊന്നുമില്ല. അവൻ അവളുടെ പിന്നാലെ തന്നെ ആ ടണലിലേക്ക് കയറും. ഭാര്യയാണെങ്കിൽ ലൂയിസിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അവൻ്റെ കെട്ടിയോള് തന്നെയാണോ എന്ന് ഇപ്പോൾ സംശയമാണ്. എന്തായാലും ചങ്കരനൊത്ത ചക്കിയാണ്. ലൂയിസ് ആ പെണ്ണിനെ തിരഞ്ഞ് ആ കാട്ടിലെത്തുമ്പോൾ അവിടെ ഒരു കർഷകനുണ്ടാകും. അയാൾ പറയും എന്താ ഇതിലൂടെ നടക്കുന്നത്, ഇത് എൻ്റെ ഏരിയ ആണ്. ലൂയിസ് ചിരിച്ചോണ്ട് സോറി പറഞ്ഞ് അയാളുടെ കയ്യിലുള്ള ടൂള് വാങ്ങി അയാളുടെ വയറ്റിന് തന്നെ കുത്തി കൊടുക്കും. എന്നിട്ട് വീണ്ടും അവളെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങും. പെണ്ണ് ഏതോ കുറ്റിക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാനായെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും മുന്നിലേക്ക് ലൂയിസ് വരുന്നത്. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ആ പെൺകുട്ടിയുടെ കാല് മാത്രം പുല്ലിനിടയിൽ കാണാം. അതേസമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ക്രിസ്റ്റീനയും കൂടെ ഹീറോയെ പറ്റി സംസാരിക്കാവും. പോലീസുകാരൻ പറയും അവൻ തന്നെയാണ് ആ പെൺകുട്ടികളെല്ലാം കൊന്നതെന്ന് ഉറപ്പാണോ? ക്രിസ്റ്റീന പറയും ഒരിക്കലും അവനല്ല കൊന്നേ, അവൻ എന്തിനോ പിറകെയാണ് ഓടുന്നത്. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ എനിക്ക് നേരെ ഗണ്ണ് വെച്ചപ്പോൾ പറഞ്ഞിരുന്നത് അവൻ നിങ്ങളെയും എന്നെയും മൊണ്ണയാക്കിയെന്നായിരുന്നു. അതിലെന്തോ ഒരു അർത്ഥമുണ്ട്, ആരാണതെന്ന് മനസ്സിലാവുന്നില്ല. അവളുടെ ലാപ്ടോപ്പിൽ പോലീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോലീസുകാരൻ ഹീറോയെ കാണാൻ വന്നതിൻ്റെ ഫൂട്ടേജ് ജയിലിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളും ഹീറോയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ക്രിസ്റ്റീന ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് ആ പോലീസുകാരനായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു തെളിവ് മിസ്സായതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് അയാളെ പുറത്താക്കി. ഞങ്ങൾ പലതവണ അയാളെ മാനസികമായി തളർത്തി ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ആ പോലീസ് പറഞ്ഞിരുന്നത് ആ കൊലയാളിയെ എനിക്ക് അറിയാമെന്നായിരുന്നു. അന്ന് അയാൾ പറഞ്ഞിരുന്ന പേര് എന്തോ ജീൻ ലൂയിസ് എന്നെങ്ങാനുമാണ്. അതെ, ജീൻ ലൂയിസ്. ക്രിസ്റ്റീന പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് കൂടെയുള്ള പോലീസുകാരനോട് ഈ ജീൻ ലൂയിസ് എന്നയാളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറയും. അയാൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ലൊക്കേഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. കൂടെ തന്നെ അവൻ്റെ അഡ്രസ്സും കൊടുക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക 600 കിലോമീറ്റർ ദൂരെയുള്ള ചേൻഗർ എന്ന ഗ്രാമത്തിലാണ് അവൻ്റെ വീടിരിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ അവൾ വേറെ പോലീസുകാരെയൊന്നും കൂട്ടാതെ അപ്പം തന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് യാത്രയാവും. അതേസമയത്ത് ഹീറോ അപ്പാർട്ട്മെൻറ്റിൽ ആ ഫാർമസിയിലേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ലൂയിസ് അങ്ങോട്ട് വരുന്നത് കാണുക. അതേ സമയത്ത് തന്നെയാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ പുതിയ വീട്ടുകാരെയായിട്ട് ആ റൂമിലേക്ക് കയറി വരിക. കുറച്ച് പഴയ റൂമാണ്, എന്നാലും കൊള്ളാമെന്ന് പറഞ്ഞ് വരും. അത് കേൾക്കുന്ന ഹീറോ ബേഗും പായും എല്ലാം മടക്കിയിട്ട് അവരുടെ മുന്നിൽ കൂടെ തന്നെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പോഴേക്ക് ലൂയിസ് വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഹീറോയും പിന്നാലെ തന്നെ മോഷ്ടിച്ച വണ്ടിയും എടുത്ത് അവനെ ഫോളോ ചെയ്യും. ഹീറോയുടെ വയറ്റിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും ചോര വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഹീറോ അവൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ട് നിൽക്കും. കുറേ ദൂരം ചെന്നെത്തുമ്പോൾ ലൂയിസ് ഒരു വലിയ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റും. ഹീറോയും പിന്നാലെ തന്നെ തൊട്ടടുത്തുള്ളൊരു കാട്ടിലേക്ക് വണ്ടി കയറ്റി നിർത്തും. എന്നിട്ട് അവിടെയുള്ളൊരു മൺതിട്ടയും കയറി മേലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ വീട് നിൽക്കുന്ന കാണും. ആ വീടിൻ്റെ പിന്നിലെ ഭാഗത്തേക്ക് ഹീറോ ചെന്ന് നോക്കുമ്പോഴാണ് കാണുക
ലൂയിസും അവൻ്റെ ഭാര്യയും ഹീറോയുടെ മകളും അവിടെയുണ്ട്. കൂടെ തന്നെ വേറെ 2 പേരുമുണ്ട്. അതേസമയത്ത് തന്നെ ക്രിസ്റ്റീന അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 4 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അവൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഹീറോ ആ വീടിന് പിന്നിൽ തന്നെ നിന്ന് രാത്രിയാക്കും. രാത്രിയാകുമ്പോൾ ആ വീടിൻ്റെ കമ്പി മതിലും പിടിച്ച് ഹീറോ 2ാമത്തെ നിലയിലേക്ക് കയറും. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് പുറത്തൊരു കാറ് വരുന്ന ശബ്ദം കേട്ട് ഹീറോ നോക്കുമ്പോൾ ക്രിസ്റ്റീന അവിടെ എത്തിയിട്ടുണ്ട്. ഇവളെങ്ങനെയാവോ ഇവിടെ എത്തിയെന്ന് ഹീറോ വിചാരിക്കും. അവൾ വന്ന് ബെല്ലടിക്കുമ്പോൾ ലൂയിസ് വാതിൽ തുറന്നു കൊടുക്കും. അവൾ പറയും, ഞാൻ പോലീസിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ കൂടെ ജയിലിലുണ്ടായിരുന്നവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് വന്നാണ്. അപ്പോഴേക്ക് ഹീറോ തിരഞ്ഞ് സ്വന്തം മകളുള്ള റൂം കണ്ടുപിടിക്കും. അവളെ കാണുമ്പോഴാണ് ഹീറോക്ക് സന്തോഷമാവുക. ഇപ്പോഴൊരു സമാധാനമുണ്ട്. സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾക്കും സന്തോഷമാവും. താഴേന്ന് ലൂയിസ് പറയും, അവൻ രക്ഷപ്പെട്ടത് മുതൽ എനിക്കൊരു സമാധാനമല്ല. അവനെ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതുപോലൊരു ക്രിമിനലിനെ ആരെങ്കിലും വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുമോ? എന്നാൽ ക്രിസ്റ്റീന നോക്കുമ്പോൾ ഹീറോയുടെ വീട്ടിൽ ഹീറോയുടെ മകൾ വരച്ച പോലെയുള്ള ചിത്രങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ക്രിസ്റ്റീനക്ക് ചെറുതായിട്ടൊരു സംശയം വരും. എന്നാലും അവളൊന്നും അറിയാത്ത പോലെ എന്നാൽ ശരി പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതേ സമയത്ത് ഓഫീസിൽ ബോസ് ചോദിക്കും, ക്രിസ്റ്റീന എവിടെ? അന്നേരം പോലീസുകാരൻ പറയും, അവൾ ആ ജീൻ ലൂയിസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. 600 കിലോമീറ്റർ ദൂരെയാണ് സ്ഥലം. അതിന് ബോസ്, പിന്നെ നിങ്ങളൊക്കെ എന്ത് തേങ്ങ നോക്കി നിൽക്കാടോ എന്ന് ചോദിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് എല്ലാ പോലീസുകാരും കൂടെ ലൂയിസിൻ്റെ ലൊക്കേഷനിലേക്ക് ചെല്ലും. എന്നാൽ അവരുടെ കൂടെ തന്നെ ആ ഓൾഡ് മാൻ, മകൾ മരിച്ചു പോയിരുന്ന 3 വർഷം മുന്നേ മകൾ ഓടിപ്പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ മകളുടെ അച്ഛനായ ആ ഓൾഡ് മാനും അവരുടെ കൂടെ തന്നെ വണ്ടിയിൽ പോകും. എന്നാൽ പോലീസുകാർ അയാൾ കൂടെ വരുന്ന കാര്യം അറിയുന്നില്ല. അതേസമയത്ത് ഹീറോ മകളെയായിട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകാനായിട്ട് ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പിന്നിൽ ലൂയിസ് ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് വന്ന് നിൽക്കുന്നത്. കെട്ടിയോൾ ഓടി വന്ന് മകളെയായിട്ട് അവിടുന്ന് മാറി നിൽക്കും. അവൾ ഇതൊന്നും കാണണ്ടെന്ന് പറയും. ലൂയിസ് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ നേരത്താണ് താഴേന്ന് ക്രിസ്റ്റീന വന്നിട്ട് ലൂയിസിനോട് ഗണ്ണ് താഴെ ഇടാൻ പറയാം. പെട്ടെന്ന് അവൻ കളം മാറ്റി ചവിട്ടും. ഹേയ്, അവൻ ഇവിടെയുണ്ട്, എൻ്റെ തോക്കിൻ്റെ മുന്നിലുണ്ട്, പെട്ടെന്ന് തന്നെ വായോ. എന്നാൽ അവൻ പെട്ടെന്ന് ഗണ്ണ് തിരിച്ച് ക്രിസ്റ്റീനയെ ഷൂട്ട് ചെയ്യുമ്പോൾ അവൾ തിരിച്ചും ഷൂട്ട് ചെയ്യും. അവൻ്റെ ഷോട്ട് ക്രിസ്റ്റീനയ്ക്ക് കാര്യമായിട്ട് അവിടെ കൊണ്ടിട്ടുണ്ട്. അവൾ താഴെ വീണ് മരിച്ചു. പക്ഷെ അവളുടെ ഷോട്ട് അവൻ്റെ ചെവിക്കായിരിക്കും കൊണ്ടിട്ടുണ്ടാവുക. ഹീറോ ആ സമയം നോക്കി അവൻ്റെ തലക്കിട്ടൊരു ചവിട്ടും കൊടുത്ത് മകളെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതേ സമയത്ത് താഴ്വാരത്ത് കൂടെ പോലീസുകാർ ടീമായിട്ട് വരുന്നു കാണാം. എന്നാൽ ലൂയിസ് ഹീറോയെ പിടിക്കാനായിട്ട് ആ ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. അന്നേരം താഴേന്ന് വരുന്ന പോലീസുകാർ കാണുന്നത് ലൂയിസ് ഒരു തോക്കുമായിട്ട് മലമണ്ടയിൽ കൂടെ എങ്ങോട്ടോ പോകുന്നതാണ്. പോലീസുകാർ പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നാലെ ആ മലയിലേക്ക് കയറും. ഇവിടെ ക്രിസ്റ്റീന വീണ് കിടക്കുന്നത് കാണുമ്പോൾ ലൂയിസിൻ്റെ ഭാര്യ വന്ന് ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ക്രിസ്റ്റീന പെട്ടെന്ന് അവൾ അടിച്ച് താഴെയിടും. അവൾ ശരിക്കും മരിച്ചിട്ടില്ലായിരുന്നു, അവൾ അഭിനയിച്ചതായിരുന്നു. അവൾ ആ ഗണ്ണും എടുത്ത് ലൂയിസിനെ പിടിക്കാനായിട്ട് പിന്നാലെ ഇറങ്ങും. ഹീറോ മകളെയായിട്ട് ഓടുന്ന നേരത്ത് വയറ്റിൽ കൊണ്ട മുറിവ് വേദനയാകുമ്പോൾ മകളോട് നിനക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവളെ താഴെ വെക്കുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് നടക്കും. എന്നാൽ ആ നടത്തത്തിൽ അവൾ താഴേക്ക് വീണുപോയി. ഹീറോ പെട്ടെന്ന് ചെന്ന് അവളെ എടുക്കുമ്പോഴാണ് ലൂയിസ് പിന്നാലെ ഗണ്ണുമായിട്ട് വരുന്നത്. അവനൊന്നും നോക്കില്ല, ഹീറോയുടെ നെഞ്ചത്തിട്ടൊന്ന് പൊട്ടിക്കും. ഹീറോ ബുള്ളറ്റും കൊണ്ട് താഴേക്ക് വീഴുന്ന കൊക്കയിലേക്കായിരിക്കും. ലൂയിസ് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഹീറോ അവിടെ ഒരു കൊമ്പിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് അവൻ ഗണ്ണ് വീണ്ടും എടുക്കും. പെട്ടെന്നാണ് ബോസ് പിന്നീന്ന് വന്ന് ലൂയിസിന് നേരെ ഗണ്ണ് വെക്കുക. അവൻ അപ്പോഴും കളം മാറ്റി ചവിട്ടും. സാർ, ഞാൻ അവനെ പിടിച്ചു, അവൻ ഈ കൊമ്പിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ബോസ് ആ കൊമ്പിലേക്ക് നോക്കാനായിട്ട് ഏന്തി നോക്കുമ്പോൾ അവൻ്റെ ഗണ്ണ് ബോസിന് നേരെ ആയിരിക്കും വരുന്നത്. അപ്പോഴാണ് പിന്നീന്ന് ലൂയിസേ എന്നൊരു വിളി കേൾക്കുക. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്റ്റീന ആയിരിക്കും. ഒരൊറ്റ ഷോട്ട് അവൻ്റെ നെറ്റിക്കിട്ട് അവൻ സ്പോട്ടിൽ മരിച്ചു. അവൻ ഹീറോയെയും തട്ടി തടഞ്ഞായിരിക്കും താഴേക്ക് കൊക്കയിലേക്ക് വീഴുക. ക്രിസ്റ്റീന വന്ന് ഹീറോയോട് പറയും, നിങ്ങൾ കുറച്ച് നേരം കൂടെ പിടിച്ചിരിക്കുക, നിങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, നീ അബദ്ധമൊന്നും കാണിക്കരുത്, നിന്നെ ഞങ്ങൾ പിടിച്ചാൽ തന്നെ ഞാൻ നിനക്കുള്ള ശിക്ഷയിൽ ഇളവ് വാങ്ങിച്ചു തരാം. ഹീറോ അതും കേട്ട് നിൽക്കുമ്പോഴാണ് ദൂരേന്നൊരു ബുള്ളറ്റ് ഹീറോയുടെ പുറത്ത് വന്ന് ചക്കയെന്ന് തറയ്ക്കുക. ആ ഒരൊറ്റ ഷോട്ടിൽ ഹീറോ കൊമ്പിന്ന് പിടിയും വിട്ട് താഴേക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് വീഴും. മരിച്ചോ ഇല്ലെന്നൊന്നും അറിയില്ല. ബോസിന് ദേഷ്യം വന്ന് ആരാണ്ടാ ഷൂട്ട് ചെയ്തതെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ദൂരെ നിന്ന് ആ ഓൾഡ് മാൻ ഒരു സ്നൈപ്പറും എടുത്ത് കൈ പൊക്കി നിൽക്കുന്നുണ്ടാവും. പോലീസുകാരെല്ലാവരും വന്ന് അയാൾ അറസ്റ്റ് ചെയ്തു. അയാളുടെ മകളെ കൊന്ന കൊലയാളിയെ അയാൾക്ക് കൊല്ലണമെന്ന് മാത്രമായിരുന്നു. അതാരാണ് എന്താണെന്നൊന്നും അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ശരിക്കും ലൂയിസാണ് അയാളുടെ മകളെ കൊന്നത്. പക്ഷേ ഹീറോയാണെന്ന് വിചാരിച്ചിട്ടാണ് അയാളിപ്പോൾ ഹീറോയെ ഷൂട്ട് ചെയ്ത്. പിറ്റേന്ന് രാവിലെ ആ താഴ്വാരത്തുണ്ടായിരുന്ന നദിയിൽ വെച്ച് ലൂയിസിൻ്റെ ബോഡി അവർക്ക് കിട്ടി. പക്ഷേ ഹീറോയുടെ ബോഡി കിട്ടിയില്ല. അത് ആ നദിയിലൂടെ തന്നെ ഒലിച്ചു പോയിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ വിചാരിക്കും. അന്നേരം ബോസ് വന്ന് ക്രിസ്റ്റീനയോട് പറയും, ലൂയിസിൻ്റെ ഭാര്യ കുറ്റസമ്മതം നടത്തി. ഇതുവരെയുള്ള കൊലപാതകങ്ങളെല്ലാം അവർ രണ്ടുപേരും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേസെല്ലാം അവസാനിച്ചു. ഹീറോയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ആർക്കും ഹീറോയുടെ ബോഡി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഹീറോയുടെ മകളിപ്പോൾ ഒരു അനാഥാലയത്തിലാണ് ജീവിക്കുന്നത്. അവിടെ അവൾ സന്തോഷമാണ്, കക്കെല്ലാം കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എന്നാലും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ക്രിസ്റ്റീനയാണ്. അവൾ അനാഥാലയത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ചേച്ചി പറയും, നിങ്ങൾ പറഞ്ഞ പോലെ അവൾക്കായിട്ടൊരു കത്ത് വന്നിട്ടുണ്ട്. ആ കത്ത് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു, പക്ഷെ അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന അത് വാങ്ങി നോക്കുമ്പോൾ മൊറോക്കോയിൽ നിന്നാണ് ആ കത്ത് വന്നിരിക്കുന്നത്. അതിലൊരു ചിത്രം മാത്രമാണുള്ളത്, വേറെ എഴുത്തൊന്നുമില്ല. ഹീറോയുടെ മകൾ
വരച്ചിരുന്ന ചിത്രമാണത്. അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയാണ് ഇപ്പോൾ അവളുടെ കയ്യിലുള്ളത്. ചേച്ചി പറയും അവൾ ഇതുവരെ ഹാപ്പി അല്ലായിരുന്നു, പക്ഷേ ഈ കത്ത് വന്നത് മുതൽ അവൾ നല്ല സന്തോഷവതിയാണ്, അവൾ ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത്. ക്രിസ്റ്റീനൊക്കെ മനസ്സിലായി ഹീറോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മൊറോക്കോയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ സന്തോഷത്തിൽ മകളെ നോക്കി ചിരിക്കും. അന്നേരം മകള് പോക്കറ്റിൽ നിന്ന് അച്ഛൻ അയച്ചു കൊടുത്ത കത്തിലുണ്ടായിരുന്ന ആ ചിത്രം എടുത്ത് നോക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഡാഡി എന്ന് വിളിക്കും. അവിടെ വെച്ച് പ്രേ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ മറന്നുപോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരട്ടെ. നല്ല സിനിമയായിരുന്നു, എന്തായാലും എനിക്കിഷ്ടമായി. ഇഷ്ടപ്പെടാതിരിക്കാനൊന്നുമില്ല, ഇതിലെ ഹീറോയെ തന്നെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, പെരുത്ത് ഇഷ്ടമായിട്ടുണ്ടാവും. എന്നാൽ സിനിമയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം പ്ലീസ്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെയുള്ള ഒരു അടിപൊളി സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.